Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. TOBയുടെ 10ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇതാ എൻ്റെ ഈ TOB ക്ലാസ് റൂമും അവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്, ചിന്തിക്കുവാൻ പോകുന്നത് എന്താണ് കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് നമ്മൾ ആഴമായിട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ് ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ദൈവിക ജ്ഞാനം, ദ വിസ്ഡം ഓഫ് ഗോഡ്, നമ്മുടെ കൊച്ചു വിസ്ഡത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എല്ലാ എപ്പിസോഡിലും നമ്മൾ നമ്മളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ജ്ഞാനം കൊണ്ട് നിറയുവാൻ. നമ്മളെല്ലാവരും അല്പസമയം നിശബ്ദതയിൽ നമ്മളെ തന്നെ ഈശോയുടെ സ്നേഹത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാനായിട്ട് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേ, ദൈവിക ജ്ഞാനം കൊണ്ട് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് നമ്മളോടൊപ്പമായിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുന്നുണ്ട്. സകല വിശുദ്ധരും നമ്മളോടൊപ്പമുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യേകമായിട്ട് ഈ ലോകത്തിലെ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിലൂടെ എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ തീ ആളിക്കത്തുവാൻ നിരന്തരം മധ്യസ്ഥം യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോഴേ ക്ലാസ് റൂമിൽ ഞാനൊരു ചോദ്യം ആദ്യമേ ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ണുകളുടെ ദുരാശ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അപ്പം നമുക്ക് ടീം എ ഉണ്ട്, ഇവിടെ ടീം ബി ഉണ്ട്. പെട്ടെന്നൊരു ഡിസ്കഷൻ നടത്തി നിങ്ങൾക്ക് എന്താ മനസ്സിലായിരിക്കുന്നത് ഇന്ന് വരെയുള്ള സാഹചര്യത്തിൽ, പഠനങ്ങളിൽ? പെട്ടെന്നൊന്ന് പറഞ്ഞു. ദൈവം ഓരോ അവയവത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ ആ കാര്യങ്ങൾ ചെയ്യാതെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ തോന്നിയ പോലെ ചെയ്യുമ്പോഴത്തേക്കും, അത് കണ്ണുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും അത് കണ്ണിൻ്റെ ദുരാശയായി മാറും. കണ്ണിൻ്റെ ദുരാശയായി മാറി. നമ്മൾ ആദ്യ പാപത്തിൽ കണ്ണിൻ്റെ ദുരാശ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഹവ്വായെ ഒരു വിഷ്വൽ ട്രിക്കിലൂടെയാണ് പിശാച് കൊണ്ടുപോയി കുഴിയിലാക്കിയത് അല്ലേ? ഒരു വിഷ്വലാണ് അവിടെ പിശാച് ഉപയോഗിച്ചത്. എന്താണ് വിഷ്വൽ ഉപയോഗിച്ച്? മനോഹരമായ, ഇത് എത്ര കണ്ണിന് കൗതുകകരമായ, എന്ത് രസമുള്ള പഴം, ഇത് മാത്രം തിന്നരുതെന്ന് നിന്നോട് പറഞ്ഞല്ലോ എങ്കിലും ദൈവം അത്ര വലിയ ഒരു ട്രിക്കിലാണ് ആ പ്രലോഭനം അവിടേക്ക് കൊണ്ടുവന്നത്. ഇനി നമുക്ക് ടീം ബിയുടെ അഭിപ്രായം കേൾക്കട്ടെ. നിങ്ങൾക്ക് എന്താ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു? കാഴ്ച കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ മാധ്യമത്തിൽ കൂടിയൊക്കെ ധാരാളം നമ്മളുടെ കണ്ണിന് ആനന്ദകരമായിരിക്കാം, പക്ഷെ അത് മനസ്സിനെ തളർത്തുന്നതായിരിക്കാം. ഓക്കെ. അങ്ങനെ നമ്മളുടെ ജീവിതത്തിലേക്ക് അത് പ്രതിഫലിച്ച് ഉള്ളിലേക്ക് കടന്നു വന്ന് കണ്ണിന് കൗതുകകരമായിട്ടുള്ളതെല്ലാം നമുക്ക് ജീവിതത്തിനും മനസ്സിനും ആത്മാവിനും പ്രയോജനകരമുള്ളതാകണമെന്നില്ല അല്ലേ? അങ്ങനെയാണല്ലോ പോണോഗ്രഫി ആദ്യം തുടങ്ങിയത്. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ കണ്ണിന് എന്താണ് കണ്ണിൻ്റെ ദുരാശ, നിങ്ങളുടെ ശ്രദ്ധ ഞാൻ വിഷ്വലിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ കണ്ണുകളുടെ ദുരാശ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴി നമ്മളിവിടെ കാണുകയാണ്. എന്താണ്? കാണുന്നതെല്ലാം കൈവശപ്പെടുത്തുവാനുള്ള വലിയ ക്രമരഹിതമായ ആഗ്രഹം എന്ന് നമുക്കിതിനെ പറയാം.
എന്ത് കിട്ടിയാലും സംതൃപ്തി വരുത്തില്ല. പിന്നെയും വേണം, അത് പിന്നെയും വേണം. ഇപ്പോൾ പണമുള്ള ആളാണെങ്കിൽ ഇനി എനിക്ക് കുറേ കൂടെ പണം വാരിക്കൂട്ടണം. അപ്പോൾ പണം നമുക്ക് വേണ്ട എന്നോ അല്ലെങ്കിൽ പണം തെറ്റാണെന്നോ ഉള്ളതല്ല അതിൻ്റെ അർത്ഥം. ക്രമരഹിതമായ ആഗ്രഹം, അതുപോലെ തന്നെ എന്ത് ഭക്ഷണമാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും വീണ്ടും 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 വേണമെന്നുള്ള ആ ഒരു അത്യാഗ്രഹം കണ്ണുകളുടെ ദുരാശയിൽപ്പെടുന്നതാണ്. അതാണ് മെയിനായിട്ട് അവിടെ പറയുന്നത്. മെറ്റീരിയലിസം ഇതിൻ്റെ ഭാഗമാണ്. മെറ്റീരിയലിസം നമ്മൾ കണ്ടിട്ടില്ലേ? ആളുകൾ ഈ ലോകത്തിലുള്ളതെല്ലാം, ഈ ലോകം മുഴുവനും എനിക്ക് പിടിച്ച് അടുക്കണം, പിടിച്ച് സ്വന്തമാക്കണം. ഈ ഒരു ക്രമരഹിതമായ ആഗ്രഹം മെറ്റീരിയലിസത്തിൻ്റെ ഭാഗമായിട്ട് കണ്ണുകളുടെ ദുരാശയിലൂടെ നമ്മളിലേക്ക് കടന്നു വരും. പലപ്പോഴും ഇത് റെക്കഗ്നൈസ് ചെയ്യുവാൻ, ഇതിനെ തിരിച്ചറിയുവാൻ പിശാച് പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് മറച്ചു വെക്കും നമ്മളിൽ. അത് കുഴപ്പമൊന്നുമില്ല, നിനക്ക് ആവശ്യമുള്ളതാണ് എന്നുള്ള രീതിയിൽ. ഹവ്വായുടെ അടുത്ത് അങ്ങനെയല്ലേ ചെന്നത്? യേശുവിനോടും അങ്ങനെയല്ലേ പറഞ്ഞത്? നീ ദൈവമാണ്, പക്ഷേ എങ്കിൽ ഇതെല്ലാം നിനക്ക് ഞാൻ തരാം. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് നമ്മളിൽ കൊണ്ടുവരുന്നത് ഈ കണ്ണുകളുടെ ദുരാശയിലൂടെയാണ്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ വെറും കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, ഈ ഒരു ചിന്താഗതിയിൽ തന്നെ മാറ്റങ്ങൾ നമുക്ക് വരുന്നത് ഈ ഒരു കണ്ണുകളുടെ ദുരാശയുടെ ഫലമായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേകമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ അയൽവക്കക്കാരൻ്റെ പക്കൽ ഒരു കാറാണെന്ന് വിചാരിച്ചോ, ഉണ്ട്, നല്ലൊരു കാറുണ്ട്. പക്ഷേ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കില്ല, എനിക്കത് സ്വന്തമായിട്ടില്ല. പക്ഷേ അയൽവക്കക്കാരൻ്റെ കയ്യിൽ മനോഹരമായി ഞാൻ ആഗ്രഹിച്ചതിൽ നല്ലൊരു കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ഈ വ്യക്തിയോട് എന്തോ ഒരു അവ്യക്തമായ ഒരു അസൂയ, എന്തോ അത് വലിയ കാര്യമാണോ എന്ന് പറഞ്ഞില്ലേ, എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫീലിങ് ഇല്ലേ? മനസ്സിലായോ ഞാൻ പറഞ്ഞേ? അത് ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അതായത് ഇത് നമുക്കില്ല, അവനുണ്ട്. അസൂയയുടെ ആ സ്റ്റാർട്ടിങ് അവിടെയാണ്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വേര് പിടിച്ച് പന്തലിച്ച് കിടക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും. നമ്മൾ ഈ എപ്പിസോഡിൽ അവിടെ എല്ലാം നമുക്ക് പോകാൻ സാധിക്കുകയില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത് പല എപ്പിസോഡുകളിലായിട്ട് പല രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഇതിനെ. അപ്പോൾ ഇതാണ് മെറ്റീരിയലിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ കണ്ണുകളുടെ ദുരാശ. ഇത് വീണ്ടും നിങ്ങൾ വിഷ്വലിലേക്ക് നോക്കുക. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഈശോ തന്നെ ഇത് പറഞ്ഞു. എന്താണ് ഒരാൾ വായിച്ചത്? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഈശോ പ്രത്യേകമായിട്ട് വാൺ ചെയ്ത ഒരു കാര്യമാണ് തൻ്റെ ചുറ്റുമുള്ളവരോട് എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും. ഇതിന് കവറ്റ്നെസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഭയങ്കരമായ അത്യാഗ്രഹത്തിൽ നിങ്ങൾ അകന്നിരിക്കണം, ജാഗരൂകരായിരിക്കണം. അത് നിങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ടല്ല മനുഷ്യൻ ധന്യമാകുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകണം. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ സ്ലൈഡിലേക്ക് ഞാൻ തിരിക്കുകയാണ്. ഇത് മതബോധന ഗ്രന്ഥം 2534 ഈ കണ്ണുകളുടെ ദുരാശയെക്കുറിച്ച് വ്യക്തമായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. ഇത് പല കൽപ്പനകളുടെയും ലംഘനമായി മാറുന്നത്. 5-ാം കൽപ്പന അത് നിരോധിക്കുന്ന അക്രമത്തിലേക്കും അനീതിയിലേക്കും നയിക്കുന്നതാണ് കണ്ണുകളുടെ ആസക്തി. അവിഹിത വേഴ്ച എന്നതുപോലെ അത്യാഗ്രഹം നിയമത്തിലെ ആദ്യ 3 കൽപ്പനകളാൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള വിഗ്രഹാരാധനയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പല പ്രമാണങ്ങളും, 9-ാം പ്രമാണം, 10-ാം പ്രമാണം, 5-ാം പ്രമാണം, ആദ്യത്തെ 3 പ്രമാണങ്ങൾ, ഇതിൻ്റെ എല്ലാം ലംഘനത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നത് ഈ കണ്ണുകളുടെ ദുരാശയാണ്. മതബോധന ഗ്രന്ഥം 2534 അത് വളരെ വിശദമായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ കണ്ണുകളുടെ ദുരാശ നമ്മൾ കാണുന്നത് പോലെ അത്ര ചെറിയ കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മളെ നശിപ്പിക്കുവാൻ ശക്തമായിട്ടുള്ളതാണ്. വീണ്ടും അങ്ങോട്ടേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇത് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് കൽപ്പന കൊടുത്തതാണ്. അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത്, അയൽക്കാരൻ്റെ ഭാര്യയോ ദാസനെയോ ദാസിയോ കാളയോ കഴുതയോ അങ്ങനെ മറ്റൊന്നും മോഹിക്കരുതെന്ന്. അപ്പോൾ ഈ മോഹിക്കലും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് പല
കൽപ്പനകളും വളരെ സീരിയസ് ആയിട്ട് ലംഘിക്കുവാൻ നമുക്ക് പ്രേരണ തരുന്ന ഒരു ആസക്തിയാണ്. പാപത്തിലേക്ക് നമ്മളെ വലിച്ചിഴയ്ക്കുന്ന, അത് പാപം മാത്രമല്ല അക്രമത്തിലേക്കും. അതാ അവിടെ തിരുസഭ പറഞ്ഞത്, മനുഷ്യനെ തന്നെ കൊല്ലുന്നതിന് ഇത് തയ്യാറാക്കും. അത്രത്തോളം നമുക്കറിയാം, പണത്തിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എത്രയോ ക്രൂരമായ കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. നിസാരപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ കൊല്ലുന്നു. അപ്പം മനുഷ്യ ജീവന് തന്നെ ഇത് അപകടകരമായിട്ടുള്ള ഒരു വലിയ ആസക്തിയാണ് കണ്ണുകളുടെ ദുരാശ. നമുക്ക് വീണ്ടും സ്ലൈഡിലേക്ക് അവിടെ നോക്കാം. ഇത് സങ്കീർത്തനങ്ങളിൽ 78, 18-ാം വാക്യം, 30-ാം വാക്യം, 31-ാം വാക്യം. ഇതാ പഴയ നിയമത്തിലുള്ളവരെ കുറിച്ച് നമുക്കിവിടെ സങ്കീർത്തനൻ അവിടെ പറയുകയാണ്. ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു, എന്നാൽ അവരുടെ കൊതിക്ക് മതി വരുവോ മുമ്പ് തന്നെ ഭക്ഷണം വായിലിരിക്കുമ്പോൾ തന്നെ അവർ വീണ്ടും വീണ്ടും ഭക്ഷണം ചോദിച്ചുകൊണ്ട് ദൈവത്തെ പരീക്ഷിച്ചത്. ദൈവകോപം അവരിലേക്ക് പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽക്കാരുടെ കഥ പറയുകയാണ് സങ്കീർത്തകൻ. അതായത് ദൈവം ഭക്ഷണം കൊടുത്തു, അത് വായു വെച്ച് ഇറക്കുന്നതിന് മുമ്പ് ഇനിയും ഞങ്ങൾക്ക് വേണം, ഇതൊന്നും പോരാ. എന്താ വായിലെ ഭക്ഷണം ഇറക്കുന്നതിന് മുമ്പ് തന്നെ അത്രത്തോളം അത്യാഗ്രഹത്തോടുകൂടി അവർ നശിച്ചു പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുവാൻ കഴിവുള്ളതാണ്. വീണ്ടും നമുക്ക് വിഷ്വൽ കാണാം. 1 യോഹന്നാൻ 2:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഇത് തന്നെയാണ് വീണ്ടും പറയുന്നത്. നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ഇതെല്ലാം കടന്നു പോകും. ഇതാണ് നമ്മളെ ആസക്തിയിൽ ആദ്യമായിട്ട് കണ്ട വചനങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് നോക്കാം. യാക്കോബ് 1-ാം അധ്യായം 14 മുതൽ 15 വരെ ഒരാൾ വായിക്കാവോ പെട്ടെന്ന്? ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞ ഈ ദുർമോഹം, ഈ അത്യാഗ്രഹം, ഈ കണ്ണുകളുടെ ദുരാശ നമ്മുടെ ഈ ലോകത്തെ മാത്രമല്ല നമ്മുടെ വരും ലോകത്തെയും നശിപ്പിക്കുവാൻ ശക്തിയുള്ളതാണ്. അത് ഒരുപാട് പാപങ്ങളിലേക്ക് തെന്നി വീഴുവാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഒരു പാപമല്ല, ഒരുപാട് പാപങ്ങളിലേക്ക്. നോക്കിയോ, കണ്ണുകളുടെ ദുരാശയിലാണ് നമ്മളെ ഏത് പാപവും. നമുക്ക് അവിടുത്തെ ആദ്യ മനുഷ്യരുടെ പാപം തന്നെ എടുത്തു നോക്ക്. വളരെയധികം കൗതുകകരമായിട്ടുള്ള ഒരു വസ്തുവാണത്. ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത് കൊണ്ട് ഹവ്വ പെട്ടെന്ന് അവിടോട്ട് ചെന്ന് നോക്കി ഇതെന്താ ഈ സംഭവം എന്നറിയാൻ. അപ്പോഴാണ് പിശാച് വിഷ്വൽ ട്രാപ്പിലൂടെ വീണ്ടും പരീക്ഷണങ്ങൾ കൊടുത്ത് ഹവ്വായെ അവിടെ വീണ്ടും പാപത്തിന് വിധേയയാക്കിയത്. അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം, ഇതൊരു കെണിയാണ്, ഇത് പാപത്തിൻ്റെ കെണിയാണ്. നമ്മളിൽ ദുർമോഹം, അത്യാഗ്രഹം വളരുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ നിശേഷം നശിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം. നമുക്ക് വിഷ്വലിലേക്ക് നോക്കാം. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമായി മാറുന്നത് നീ നിൻ്റെ കണ്ണുകളുടെ ആ പ്രകാശം നഷ്ടപ്പെടുത്തുമ്പോഴാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വിശദമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു, ഈശോ പറഞ്ഞു കണ്ണുകളുടെ ദുരാശയുടെ വേറൊരു മുഖം കണ്ടു. നമ്മൾ എന്താണ്? നീ ആസക്തിയോടെ സ്ത്രീയെ നോക്കുമ്പോൾ അവളുമായി വ്യഭിചാരം ചെയ്തു. ഫിസിക്കലി പോയി നീ ഒന്നും ചെയ്തില്ലെങ്കിലും അവളുമായി നീ വ്യഭിചാരം ചെയ്തു. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദ ന്യൂ ഈത്തോസ്, മൊറാലിറ്റിയും ഈത്തോസും ഇത് നമ്മൾ സംസാരിച്ചപ്പോൾ ഇത് വളരെ വിശദമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. കണ്ണുകളുടെ ദുരാശയിൽ പെടുന്നതാണ് അത്. ഞാനതിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞതുകൊണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് കാണാനുള്ളത് എന്താണ് ഈ പ്രൈഡ് ഓഫ് ലൈഫ്. ഇപ്പോൾ കണ്ണുകളുടെ ദുരാശ നമുക്ക് മനസ്സിലായി. നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് നോക്കാം. പ്രൈഡ് ഓഫ് ലൈഫ്, ഇത് ഈ 3
മറ്റ് രണ്ടിനേക്കാളും ഏറ്റവും കട്ടി കൂടിയ ഒരു ആസക്തിയും പാപവുമാണ്. The greatest sin of all, the pride of life. അപ്പോൾ നമ്മളിത് വളരെ ലഘുവായിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിച്ചിരുന്നു വ്യഭിചാരം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ, അത് തീർച്ചയായിട്ടും ഏറ്റവും വലിയ മോറൽ ഡിസോർഡറാണ്, തെറ്റാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പാപം ദ പ്രൈഡ്. അപ്പോൾ എന്താണ് പ്രൈഡ്? നമ്മൾ വിഷ്വലിൽ കണ്ടു. എന്താ പ്രൈഡ് അവിടെ? ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ദൈവത്തെ കൂടാതെ ദൈവത്തെ പോലെ ആയിത്തീരുവാനുള്ള എൻ്റെ വലിയ പ്രവണത. അതാണ് ആദ്യ മനുഷ്യരിൽ ഉണ്ടായിരുന്നത്. എന്താണ് പിശാച് അവരെ കൊതിപ്പിച്ചത്? എന്താ? നിങ്ങളിത് കഴിച്ചാൽ ദൈവത്തെ പോലെയാകും. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവവുമായി എപ്പോഴും ആ ഒരു വൺ ഫ്ലഷ് യൂണിയനിൽ ഇരുന്ന അവർക്ക് ഈ ഒരു വലിയ കൊതി കൊടുത്തപ്പോൾ അവരുടെ ഫ്രീഡം ടു ചൂസ്, അവരുടെ ഇൻ്റലക്റ്റിൽ നിന്നും വില്ലിൽ നിന്നും ആ ഫ്രീഡം ടു ചൂസ് അവർ മിസ്യൂസ് ചെയ്തു. അതാണ് ആദ്യത്തെ പാപമെന്ന് പറയുന്നത്. എനിക്ക് ദൈവത്തെ പോലാകണം, ഈ ദൈവം പറയുന്നത് പോലൊന്നുമല്ല, ഒരു ഷോർട്ട് കട്ടിലൂടെ ദൈവത്തെ പോലാകണം. അപ്പം മനുഷ്യൻ ദൈവത്തെ പോലാകുവാനാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ദൈവത്തെ കൂടാതെ ദൈവത്തെ പോലാകുവാനുള്ള മനുഷ്യൻ്റെ എല്ലാ പ്രയാണങ്ങളെയുമാണ് ഈ പ്രൈഡ് ഓഫ് ലൈഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്ന സ്ഥാനത്ത് ദൈവത്തെ അങ്ങ് മാറ്റി നിർത്തി ഇവിടെ ദൈവത്തിന് സ്ഥാനമില്ല. ഞാനാണെല്ലാം ചെയ്യുവാൻ കഴിവുള്ളവൻ, എനിക്ക് കഴിവുണ്ട്, ഞാൻ എന്നുള്ള ആ വലിയ മർക്കട മുഷ്ടി നമുക്ക് വീണ്ടും കാണാം. സ്ലൈഡിലേക്ക് നോക്കുക. ഞാനാണ് ശരി എന്നുള്ള ആ മർക്കട മുഷ്ടി എന്താണിവിടെ? അംഗീകാരത്തിനും കയ്യടിക്കും വേണ്ടി നമ്മുടെ ഉള്ളിൽ വ്യർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ഈ അഹന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും അംഗീകാരത്തിനും കയ്യടിക്കും വേണ്ടി നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ തിടുക്കം കൂട്ടുമ്പോൾ ഇതാ പ്രൈഡ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ അഹന്ത നമ്മളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ഞാനാണ് ദൈവത്തെ കൂടാതെ എനിക്ക് ദൈവമാകുവാൻ സാധിക്കും എന്നുള്ള മനോഭാവം. വീണ്ടും നമുക്ക് സ്ലൈഡിലേക്ക് പോകാം. ദ ഈഗോ. അപ്പോൾ ഈഗോ, ഞാൻ എന്നുള്ള ഈഗോ, ഇതാണ് ശരിക്കും ഈ പ്രൈഡ് ഓഫ് ലൈഫിൽ മുന്തി നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ തന്നെ സ്വന്തം ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അനുഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഗൗരവത്തെ നമ്മൾ മനസ്സിലാക്കണം. ധാരാളം തിരുവചനങ്ങൾ, ഇപ്പോൾ സുഭാഷിതങ്ങൾ 11:2, അതുപോലെ നമ്മൾ ബൈബിളിൽ നമ്മൾ വീണ്ടും നിങ്ങൾ വിഷ്വലിലേക്ക് നോക്കുക. അഹങ്കാരം മനുഷ്യനെ നശിപ്പിച്ച, രാജ്യങ്ങളെ നശിപ്പിച്ച വലിയ കഥകൾ നമ്മുടെ ബൈബിളിൽ കാണാം. ഇതാ വലിയൊരു കഥാപാത്രമാണ് രാജാവായ സാവൂൾ. ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 23 വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അഹങ്കാരം എങ്ങനെ ശാവൂൾ രാജാവിനെ നശിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ സുഭാഷിതങ്ങൾ പറയുന്നത് അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അതൊരു അധപ്പതനത്തിൻ്റെ മുന്നോടിയാണ്. എന്തോ വലിയ അധപ്പതനം നിനക്ക് സംഭവിക്കാൻ പോകുന്നു, അതിൻ്റെ മുന്നോടിയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. വീണ്ടും നമ്മൾ സ്ലൈഡ് നോക്കുക. ചുങ്കക്കാരനും പരീശയനും തമ്മിലുള്ള അവരുടെ പ്രാർത്ഥന വളരെയധികം നമുക്ക് ബൈബിളിൽ, പുതിയ നിയമത്തിൽ ധാരാളം എക്സാമ്പിൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അഹങ്കാരം ഈശോ തന്നെ വളരെയധികം വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ അതാ പറയുന്നത്. അഹങ്കാരത്തോടുകൂടി അവിടെ നിൽക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു, ഈത്തോസ്, ഹൃദയം, ഇറ്റ് ഷുഡ് ബി ഇൻ ദ റൈറ്റ് പ്ലേസ്. നമ്മുടെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത് അതാണ് ക്രിസ്തു നോക്കുന്നത്. ദൈവം അതാണ് കാണുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ പൊസിഷൻ ശരിക്കുള്ള പൊസിഷനിലാണോ അല്ലയോ എന്നാണ് കർത്താവ് നോക്കുന്നത്. അവിടെ ഈ പരീശൻ്റെ ഹൃദയം ശരിയായിട്ടുള്ള പൊസിഷനിലല്ലായിരുന്നു, അവൻ അഹങ്കാരത്തിൻ്റെ പൊസിഷനിലായിരുന്നു. ചുങ്കക്കാരൻ അവൻ വളരെയധികം വിനയത്തോടുകൂടി
ദൈവത്തിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ച വ്യക്തിയാണ്, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി. അതാണ് ശരിക്കും നമ്മൾ അവിടെ ആ ഉപമയിൽ കാണുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം തരികയാണ്, നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയണം. അടുത്ത സ്ലൈഡിലേക്ക് നിങ്ങൾ നോക്കുക. ഈ പ്രൈഡിൻ്റെയും സിന്നിൻ്റെയും നടുക്ക് ഉള്ളതെന്താ? പെട്ടെന്ന് ഓർത്തിരിക്കാൻ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന് നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞേ. ആയ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രൈഡിൻ്റെ നടുക്ക്, ഒത്ത നടുക്ക് സെൻറ്ററിലുള്ളത് ആയ്, സിന്നിൻ്റെ സെൻറ്ററിലുള്ളത് ആയ്. അപ്പോൾ നമ്മൾ ഐ എന്നുള്ള ആ ഭാവം നമ്മുടെ സെൻറ്റർ ഓഫ് ഫോക്കസ് ജീവിതത്തിൽ ഐ ആവുമ്പോഴേ നമ്മളെ സിന്നിലേക്ക് അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും. കാരണം സിന്നിൻ്റെ സെൻറ്ററിലുള്ളതും ഐ ആണ്. എന്നിൽ തന്നെ എൻ്റെ എല്ലാ സ്വാർത്ഥതയ്ക്കും വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ ചെലവഴിക്കുകയും ജീവിതത്തിൽ ഞാൻ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് സിന്നെന്ന് പറഞ്ഞാൽ ഐ മിസ് ദ മാർക്ക്. അതിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുകയാണ്, വേറൊന്നിലും ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ദ സെൻറ്റർ ഓഫ് പ്രൈഡ് ഈസ് ഐ, ദ സെൻറ്റർ ഓഫ് സിൻ ഈസ് ഐ. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും തിരുവചനം കാണുന്നു. ദുഷ്ടൻ അവൻ്റെ അഹങ്കാരത്തിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല, ദൈവമില്ല എന്നുള്ള മട്ടിൽ അവൻ ജീവിക്കുന്നു. സങ്കീർത്തകൻ 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ അതാണ് നമ്മളോട് പറയുന്നത്. ദൈവമില്ല എന്നുള്ള മട്ടിൽ അവൻ ജീവിക്കുന്നു. വീണ്ടും നമുക്ക് തിരുവചനം കാണാം. സ്ലൈഡിലോട്ട് നോക്കുക. ഇവിടെ എന്താണ്? 1 കൊരിന്ത്യർ 4:7 നമ്മൾ കാണുന്നത് എന്താ? ദാനമായി ലഭിച്ചതല്ലാതെ നമുക്ക് എന്താണുള്ളത്? നമ്മളൊക്കെ എന്ത് അഹങ്കരിക്കാനിരിക്കുന്നു? ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ് കാണുന്നു, നമുക്ക് നാളെ ഈ എപ്പിസോഡ് കാണാൻ പറ്റുമോ എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. എല്ലാം ദാനമായി ലഭിച്ചതാണ്. ദാനമായി ലഭിച്ചതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്താണുള്ളത് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം വീണ്ടും വായിക്കുക. നമ്മൾ 3-ാം വാക്യത്തിൽ ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ട് എന്താ മനസ്സിലാക്കിയത്? കണ്ണുകളുടെ ദുരാശ എന്ന് പറഞ്ഞാൽ എന്താ ജീസൻ പറഞ്ഞു? നമ്മൾ കാണുന്നതെല്ലാം സ്വന്തമാക്കാനുള്ള ക്രമരഹിതമായ മോഹങ്ങളാണ് കണ്ണുകളുടെ ദുരാശ. വെരി ഗുഡ്. അത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ് നമ്മുടേത്. എല്ലാം സ്വന്തമാക്കണം. ജീവിതത്തിൽ എന്ത് കിട്ടിയാലും അവർക്ക് സംതൃപ്തി ഉണ്ടാകത്തില്ല. നല്ല ജോലിയാണെങ്കിൽ അതൊന്നും സംതൃപ്തിയില്ല, നല്ല ഭാര്യയാണെങ്കിൽ അതൊന്നും സംതൃപ്തിയില്ല. എല്ലാം വീണ്ടും 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 മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യും. അയ്യോ, അയൽവക്കക്കാരൻ്റെ ഭാര്യ എത്രയോ നല്ലതാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെ ആയിപ്പോയല്ലോ. അയൽവക്കക്കാരുടെ മക്കൾ എത്ര നല്ല മിടുക്കരാ, എൻ്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇങ്ങനെയുള്ള ചിന്തകൾ വന്ന് ഈ ഒരിക്കലും സംതൃപ്തി ഇല്ലാത്തൊരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ ഈ കണ്ണുകളുടെ ദുരാശ നമ്മളെ അലട്ടുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു കൊള്ളുക. എന്താണ് നമ്മൾ ഈ പ്രൈഡ് ഓഫ് ലൈഫ്? ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് ദൈവത്തെ മാറ്റി നിർത്തി എന്നെ പ്രതിഷ്ഠിച്ച് ഞാൻ എന്ന ഭാവം. വെരി ഗുഡ്. ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് ദൈവത്തെ അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ഞാൻ എന്ന ഭാവം. ഞാൻ ഇവിടെ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് അങ്ങേയറ്റം വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു തിന്മയാണ്. ദ ഗ്രേറ്റസ്റ്റ് സിൻ ഓഫ് ദ പ്രൈഡ് ഓഫ് ലൈഫ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ദ സിൻസ് എന്ന് പറയുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇങ്ങനെയുള്ള വ്യക്തികൾ അവർ പാപം ചെയ്തിട്ടും ഞങ്ങൾ ചെയ്തത് പാപമല്ല, പാപത്തെ ന്യായീകരിക്കുന്ന ഒരു പ്രവണതയും ഇങ്ങനെയുള്ളവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൻ്റെ, ഈ സെഞ്ചുറിയുടെ ഏറ്റവും വലിയ പാപമെന്ന് പറയുന്നത് ദ ഡീസെൻസിറ്റേഷൻ ഓഫ് സിൻ എന്ന് പറഞ്ഞാൽ പാപം ചെയ്തിട്ടും ഇത് പാപമല്ല. there is no sense of sin in the culture today. ഇതാണ് ഈ നൂറ്റാണ്ടിൻ്റെ, ഈ കാലഘട്ടത്തിൻ്റെ, ഈ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ തിന്മ. ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതുകൊണ്ടാണ് ഇതിനെ വിളിക്കുന്നത് ദിസ് ഈസ് എ കൾച്ചർ ഓഫ് ഡെത്ത്.
ഒരു മരണത്തിൻ്റെ സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം മനുഷ്യൻ പാപത്തിന് അടിമപ്പെട്ട് പാപം ചെയ്യുമ്പോഴും അവൻ പറയുന്നു, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ഞാനാണ് നിശ്ചയിക്കുന്നത് ഏതാണ് പാപം, ഏതാണ് പാപമാകേണ്ടാത്തത്. ഇത് ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് അവനെ പ്രതിഷ്ഠിച്ചു. അതുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ അഹന്ത ഏറ്റവും വലിയ തിന്മയായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളിനിയും അടുത്ത എപ്പിസോഡ് കാണുന്നത് വരെ ബൈ ബൈ. ഗോഡ് ലവ്സ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. അടുത്ത എപ്പിസോഡിൽ എന്താണ് ഈറോസ്? നമ്മൾ ഈറോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഈറോട്ടിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് യഥാർത്ഥമായിട്ടുള്ള ഈറോസ് കത്തോലിക്ക സഭയുടെ വീക്ഷണത്തിൽ? എന്തുകൊണ്ടാണ് നമുക്ക് ഈ വലിയ ഡിസയർ ഉണ്ടാകുന്നത്? അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ചോദിക്കുന്ന പല ചോദ്യങ്ങളുമുണ്ട്. സെക്ഷൽ ഡിസയേഴ്സ് തെറ്റാണോ? സെക്ഷൽ ഡിസയേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? എന്താണ് അതിൻ്റെ സൊല്യൂഷൻ? ഇങ്ങനെ പല പല ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി നിങ്ങൾ കാത്തിരിക്കുക. അടുത്ത എപ്പിസോഡ് എന്താണ് യഥാർത്ഥത്തിൽ ഈറോസ് ആൻഡ് ഈറോട്ടിക്? John Paul II's Theology of the Body.